വെൽക്കം ടു കുക്കിംഗ് അപ്പ് സംതിങ് നൈസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ എയർ ഫ്രയർ ചില്ലി ചീസ് ടോസ്റ്റ് ആണ്. ഇതിനു വേണ്ടി ആവശ്യമുള്ള 2 സ്ലൈസ് ബ്രെഡ്, ഗ്രേറ്റഡ് ചീസ്. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന അമൂലിൻ്റെ ചീസ് ക്യൂബാണ്. ഒരു ചീസ് ക്യൂബ് എടുത്തിട്ടുണ്ട് 2 സ്ലൈസ് ബ്രെഡിന് വേണ്ടി. പിന്നെ ചീസ് സ്പ്രെഡ്, സ്പൈസി ഗാർലിക് ഫ്ലേവറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ സവോള, ഒരു 4 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം, 3 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ടീസ്പൂൺ ഇറ്റാലിയൻ സീസണിങ്. ആദ്യം നമ്മൾ ഈ ചീസ് സ്പ്രെഡ് നല്ലോണം 2 സ്ലൈസിൽ പെരട്ടും. ചീസ് സ്പ്രെഡ് ഇല്ലെങ്കിൽ നമുക്ക് ഹെർബ്ഡ് ബട്ടർ വേണമെങ്കിലും ഉപയോഗിക്കാം. അതും ഇല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ബട്ടർ എടുത്തിട്ട് അതിൽ 2 കഷ്ണം ഗാർലിക് ഇട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് നല്ലോണം മാഷ് ചെയ്താൽ അത് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാവും. ഇനി അടുത്ത് നമ്മൾ ഈ ചോപ്പ് ചെയ്ത് വെച്ച സവോള ഇതിൻ്റെ മുകളിലിടുക. പിന്നെ ഈ 3 കളറിലെ ക്യാപ്സിക്കം ഓരോന്നായിട്ട് എടുത്തിടുക. ഒരു കളറിലെ ക്യാപ്സിക്കമേ ഉള്ളെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ 2 കളർ വേണമെങ്കിൽ 2 കളർ. എൻ്റെ അടുത്ത് 3 കളറുള്ള കാരണം ഞാൻ 3 കളറും കൂടെ എടുത്ത് കുറച്ച് കളർഫുൾ ആക്കാൻ വേണ്ടി. ക്യാപ്സിക്കം ഇതിനൊരു നല്ല ഫ്ലേവറും ടേസ്റ്റും തരും ഈ ചീസ് ടോസ്റ്റിന്. ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഈ അരിഞ്ഞു വെച്ച് പച്ചമുളക് ഇടുക. കൂടുതൽ എരിവ് വേണ്ട ആൾക്കാർക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം. വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്യാം. കുട്ടികൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ചില്ലി കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാം. ഇനി നമ്മൾ ഗ്രേറ്റഡ് ചീസ് ഇതിൻ്റെ മുകളിൽ കൂടെ ഇടുക. ഇതൊരു നല്ല സ്നാക്കാണ്, കുട്ടികൾക്ക് വേണ്ടി വേഗം ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇറ്റാലിയൻ സീസണിങ് നമ്മൾ ഇത് മുകളിൽ കൂടെ ഒരു ടീസ്പൂൺ ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. വേറെ ഏതെങ്കിലും ഹെർബ്സാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതാണെങ്കിലും ഇടാം. ഓറിഗാനോ ബേസിലോ അങ്ങനെ മാത്രമാണെങ്കിലും അത് വേണമെങ്കിലും ഇടാം. ഇനി ഇത് എയർ ഫ്രയറിൽ വെച്ചിട്ട് നമ്മൾ 180 ഡിഗ്രീസിൽ 6 മിനിറ്റ്സത്തേക്കാണ് വെക്കണേ. അപ്പോൾ നല്ല ഒരു ക്രിസ്പി ആയിട്ട് പുറത്ത് വരും നമ്മുടെ ചില്ലി ചീസ് ടോസ്റ്റ്. എയർ ഫ്രയർ ഇല്ലെങ്കിൽ നമുക്കിത് പാനിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ ചെയ്തെടുക്കാനും പറ്റും, ലിഡിട്ട് അടച്ചു വെച്ചിട്ട്. ഇനി പുറത്തെടുത്തിട്ട് ട്രയാങ്കിളായിട്ടോ സ്ക്വയർ ആയിട്ടോ റെക്റ്റാങ്കിൾ ആയിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.